പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനയോടുകൂടി വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിസ്കാരത്തെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ട് പാഴാക്കിയാൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് കരഞ്ഞു പോരായത്താണ്. വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാഹ് വത്തബഉ ശഹവാ വസൗഫ യൽഖൗന ഗയ്യാ. അങ്ങയുടെ കാലശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിലെ ജനങ്ങളാരാ? അല്ലാഹു സ്വലാഹ്, അല്ലാഹു സ്വലാഹ്. അവർ നിസ്കാരം പാഴാക്കി കളയുന്നവരാണ്. അവർ നിസ്കാരത്തെ ഒഴിവാക്കുന്നവരാണ്. കല്യാണത്തിന് വേണ്ടി, മരണത്തിന് വേണ്ടി, ആഘോഷങ്ങൾക്ക് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി അവർ നിസ്കരിക്കൂല. വത്തബഉ ശഹവാ. അവരുടെ ശരീരം എന്ത് ആഗ്രഹിക്കുമോ ആ ശരീരത്തിന്റെ ആഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നവരാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസികളുടെ റൂഹാക്കി നമ്മൾ മാറ്റണം. മരണത്തിന്റെ സമയമാവട്ടെ ഉസ്താദേ, എന്നിട്ട് മാറ്റാം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കരുതണ്ട. എപ്പോ മരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ദീനീ പ്രവർത്തകനായ തട്ടത്തുമലയിൽ വാഴോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഷാനവാസ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. എന്റെ പ്രഭാഷണം കേട്ട് എന്റെ ഏറ്റവും നല്ല സുഹൃത്തായി മാറിയ ഒരു സഹോദരനാണ്. ആ സഹോദരന്റെ അനുജൻ ഇന്നലെ വൈകുന്നേരം നിലമയിൽ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. ഗോകുലം മെഡിക്കൽ കോളേജിൽ വളരെ അത്യാസന്ന നിലയിൽ കഴിയുകയാണ്. അള്ളാഹു ആ സഹോദരൻ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എപ്പോ മരിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, ഒരാൾക്കും പറയാൻ കഴിയും. അതുകൊണ്ട് ഈ യാത്ര മരണമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം ഇറങ്ങാൻ ഓരോരുത്തരും. എന്റെ കുളങ്ങര പള്ളിയിൽ കഴിഞ്ഞ റമദാൻ ഒരു സഹോദരൻ പിരിവിന് വന്നു. എനിക്ക് എന്നും എപ്പോഴും ആ സഹോദരൻ ഞാൻ ദുആ ചെയ്യും. നൗഷാദ് എന്ന പേര് അതുകൊണ്ട് പെട്ടെന്ന് എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. റൂമിൽ വന്നിട്ട് ആ സഹോദരന്റെ കൈ വിരലിങ്ങനെ മടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ സഹോദരന്റെ ചിറി ഇങ്ങനെ ഒരുമാതിരി കോടിപ്പോയ രീതിയിൽ ഇരിക്കുന്നു. പിന്നെ ആ സഹോദരനുള്ള രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നത് അപസ്മാര രോഗമാണ്. എപ്പോഴാണ് ആ രോഗം വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. റൂമിൽ വന്നിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങളുടെ പേരാണ് എന്റെ പേര്, എനിക്ക് ദറസിൽ പഠിക്കണമെന്ന്, ഉസ്താദ് ആവണമെന്നൊക്കെ വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു. എന്റെ ഉമ്മ എന്നെ ദറസിൽ കൊണ്ടുവന്നാക്കി. പക്ഷെ എന്റെ ഉമ്മച്ചി എന്നെ ദറസിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ ഒരു ദിവസം ഉസ്താദും ഒത്തൊരു പരിപാടിക്ക് ഒരു വീട്ടില്, മുത്തലിമ്യങ്ങളാവുമ്പോ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുമല്ലോ, അതിന് പോയപ്പോ അവിടെ വെച്ച് എനിക്ക് അപസ്മാര രോഗം വന്നു. ഉസ്താദിനോട് സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ മാറ്റിയില്ല എങ്കിൽ നിങ്ങളെ പള്ളിയിൽ നിന്ന് ദറസോടുകൂടി പിരിച്ചുവിടുന്നു. അതെങ്ങനെയാണല്ലോ, സെക്രട്ടറിമാരുടെ ഭീഷണിക്ക് മുന്നിലാണ് ഉസ്താദുമാരുടെ ജോലി. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ഉസ്താദുമാരുടെ ഭീഷണിക്ക് മുന്നിലായിരിക്കണം ഒരു മഹല്ല് വളരേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹല്ല്, ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു മഹല്ല് അങ്ങനെ വളർന്നിട്ടുണ്ടോ? ആ മഹല്ല് ഇന്ന് വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇന്നും കെട്ടുറപ്പോടുകൂടി നിലനിൽക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് തെരഞ്ഞെടുപ്പിന് പിന്നെ ഈ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് വോട്ട് നടത്തുന്നു, ഇലക്ഷൻ നടത്തുന്നു, പിടിച്ചു തള്ളുന്നു. അതുപോലെ ഞങ്ങൾ കമ്മിറ്റി ഇരിക്കുമ്പോ 50,000 ഫണ്ടിലുണ്ടായിരുന്നു, നിങ്ങൾ കമ്മിറ്റി കയറിയപ്പോ ഉള്ളതും പോയില്ലേ, ഇതൊക്കെ പറഞ്ഞങ്ങനെ ചർച്ചകളും ബഹളങ്ങളും. അപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഉസ്താദെ അങ്ങനെ എന്റെ ദറസ് ജീവിതം നിന്നു. എന്റെ ഉമ്മാടെ അടുത്ത് എന്റെ ഉസ്താദ് കൊണ്ടുവന്നാക്കിയിട്ട് ഇനി അവൻ എങ്ങും വിടണ്ട, അവന് രോഗമാണെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലാക്കി. പ്രിയപ്പെട്ട ഉസ്താദെ, അന്നു മുതൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ബാങ്കിന്റെ ദുആ അറിയാം. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയാണ്, പാവം നല്ല ബുദ്ധി പോലുമില്ല ഉസ്താദെ, എനിക്ക് ബാങ്കിന്റെ ദുആ അറിയാം, യാസീൻ പകുതി വരെ അറിയാം, എന്റെ നാട്ടിൽ ആര് മരിച്ചാലും ഞാൻ അവിടെ പോയിരുന്നോതും. ആ സഹോദരന്റെ വീടെവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസിൽ ആ സഹോദരന്റെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകാനുള്ള വഴി എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെന്തിനെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയുന്നു, എന്ന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയാലും ഉസ്താദേ പിരിവിന് വേണ്ടി ഞാൻ പള്ളികളിൽ വരുന്നവനാണ്, എനിക്ക് വാപ്പയില്ല, എന്റെ ഉമ്മ രോഗിയാണ്, അതുകൊണ്ട് ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോ ആരെങ്കിലും തരുന്ന പൈസ കൊണ്ടാണ് ഉസ്താദേ എന്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എഴുതി വെച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയാണ്. കാരണം എന്തെന്നറിയോ മോനെ,
വഴിയിൽ വെച്ച് എവിടെയെങ്കിലും ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് നിനക്ക് ഈ അസുഖം വന്നു പോയാൽ, ഈ അസുഖം വന്ന പോലെ നിന്റെ തല ഏതെങ്കിലും സ്ഥലത്തിടിച്ച് നീ എങ്ങ് മരിച്ചു പോയാ, പൊന്നുമോനെ നിന്റെ മയ്യത്ത് കൊണ്ടുവരാ, നിന്റെ മയ്യത്ത് കൊണ്ടുവരാ, നിന്റെ വീട് ഏതെന്നറിയണമല്ലോ. അങ്ങനെ ആര് നിന്റെ മയ്യത്ത് കണ്ടാലും നിന്റെ പോക്കറ്റിൽ നിന്ന് വീടിന്റെ അഡ്രസ് കണ്ട് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മോനെ ഇത് ഞാൻ എഴുതി തന്നത് എന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോരെങ്കിലും സഹോദരങ്ങളെ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. മാമം അബ്ദുൽ ലത്തീഫ് ഉസ്താദിന്റെ ജ്യേഷ്ഠനായ അബ്ദുൽ ഫത്താഹ് മൗലവി, അബ്ദുൽ ഫത്താഹ് മൗലവിയുടെ പ്രിയപ്പെട്ട ഭാര്യ 10 ദിവസം പനി പിടിച്ച് കിടന്നിട്ടാണ് മരിച്ചത്. ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, കിഡ്നി തകരാറല്ല, മറ്റു മാരകമായ രോഗങ്ങളല്ല, പനി മാത്രമാണ് പനി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 ദിവസത്തിന് മുമ്പ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ, 14 വയസ്സുകാരനായ സഹോദരൻ മരണപ്പെട്ടു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, പനി പിടിച്ചിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ ആകട്ടെ, അടുത്ത റമളാനാകട്ടെ, നാളത്തെ വാല് കൂടി കഴിയട്ടെ, ഞാൻ നന്നാവാമെന്ന് തീരുമാനിക്കാറ്. ഈ രാത്രി അള്ളാഹു നിനക്ക് തന്ന രാത്രിയാണ്. രക്ഷപ്പെടാനുള്ള കവാടങ്ങൾ നിനക്ക് വേണ്ടി മറക്കെ തുറക്കപ്പെട്ട രാത്രിയാണ്. പ്രതിഫലത്തിന്റെ പടുംകൂറ്റമാറ് പർവ്വതത്തിന്റെ മുകളിലേക്ക് അനുഗ്രഹത്തിന്റെ ചിറക് വിടർത്തിയിട്ട് റഹ്മത്തിന്റെ മാലാഖമാരോടൊപ്പം പറന്നു പോകാൻ ഈ വിശാലമായ ഗ്രൗണ്ടിനകത്ത് അള്ളാഹു തന്നിരിക്കുന്ന നല്ല വേദിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നൗസാദ് ബാഖവിയാണ് പറയുന്നതെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ മനസ്സിരുത്തിയിട്ട് ചിന്തിക്കുക, അള്ളാഹു തീരുമാനിച്ച പരിപാടിയാണ്. ഒരു നിമിത്തമെന്ന പോലെ പടച്ചതമ്പുരാൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. അതുകൊണ്ട് കാഫിരീങ്ങളുടെ റൂഹായിട്ട് എന്റെ റൂഹ് നരകത്തിൽ പോകാതിരിക്കാൻ, തെറ്റ് ചെയ്യുന്നവരുടെ റൂഹായിട്ട് എന്റെ റൂഹ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കാതിരിക്കാൻ, അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന തഖ്വയുള്ളവനായി മാറുക. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കണം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ യാക്കൂബ് നബി പറയുന്നു, അസ്റായീലേ, ഓർത്തിരിക്കാതെ നിലച്ചിരിക്കാതെ വന്ന് റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്നവനല്ലേ അസ്റായീലേ നീ? അസ്റായീൽ പറഞ്ഞു, നബിയേ, എന്റെ ജോലി എങ്ങനെയാണ്, എന്റെ തൊഴിലതാണ്, എന്നെ പടച്ചതമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ആരുടെയും റൂഹ് അവരുടെ അനുവാദമില്ലാതെ പിടിച്ചു കൊണ്ടുവരാനാണ്. അതുപോലെ നബിയേ, ആ ജോലി എനിക്ക് മാറ്റാൻ പറ്റൂല. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്റായീലേ, എന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണേ. എന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണം. അസ്റായീൽ പറഞ്ഞു, നല്ല ചേലായി. അള്ളാഹു ഇതുവരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ട് റൂഹ് പിടിക്കാൻ പറഞ്ഞിട്ടില്ല നബിയെ. എന്റെ ഡ്യൂട്ടി പോലും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹു ആ ജോലി എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് യാക്കൂബ് നബിയെ മുന്നറിയിപ്പൊന്നും തരാൻ പറ്റൂല, ഞാൻ വന്ന് സമയാവുമ്പോൾ പിടിച്ചുകൊണ്ട് പോകും. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്റായീലേ, അല്ലാഹുവിനോട് നീ സംസാരിച്ചിട്ട് എന്റെ കാര്യം ഒരു പരിഗണന എത്തിക്കണം. അങ്ങനെ അവസാനം അസ്റായീൽ അലൈഹിസ്സലാം യാക്കൂബ് നബിയോട് പറയുന്നു, നബിയേ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 ദൂതന്മാരെ ഞാൻ പറഞ്ഞു വിടുന്നതാണ്. 3 പേരെ പറഞ്ഞു വിട്ടിട്ടല്ലാതെ നിങ്ങളുടെ റൂഹ് ഞാൻ പിടിക്കൂല നബിയേ. യാക്കൂബ് നബിക്ക് വലിയ സന്തോഷമായി. റൂഹ് പിടിക്കാൻ അസ്റായീൽ വരുന്നതിന് മുമ്പ് 3 പേരെ അസ്റായീൽ പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അസ്റായീലും. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയാലോ? അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെന്നും സീരിയൽ കാണും, എന്നും പലിശ വാങ്ങും. കാരണം അസ്റായീൽ മുന്നറിയിപ്പിന്റെ ആളിനെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. ആളെ വിട്ടിട്ട് ചെയ്താൽ മതിയല്ലോ ബാക്കി കാര്യം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ രോഗം പിടിപെട്ടു, മരണക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോ അസ്റായീൽ വന്നു. യാക്കൂബ് നബി ചോദിച്ചു, അല്ല അസ്റായീൽ എന്താ വന്നത്? അസ്റായീൽ പറഞ്ഞു, നബിയെ, ഇന്നു വരെ എന്താ ഞാൻ വന്നതെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ആദ്യം ചോദിക്കുന്ന ആള് നിങ്ങളാ. ഞാൻ വന്നത് റൂഹ് പിടിക്കാനാണ്. യാക്കൂബ് നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് വല്ലാത്ത പരിപാടിയായിപ്പോ. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു.
നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നല്ലോ. എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 പേരെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ അസ്രായിലെ ആ കരാറ് നീ മറന്നുപോയോ? അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വാക്കുപാലിക്കുന്നയാളാ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് 3 പേരെ പറഞ്ഞു വിട്ടിരുന്നല്ലോ, ഇവിടെ വന്നില്ലേ? യാക്കൂബ് നബി പറഞ്ഞു, ഇല്ല. അസ്രായിൽ പറഞ്ഞു, വന്നു. ആരാണത്? അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു, ഒന്ന് ബയാലു ശഅരിക ബഅദ സവാദിഹി, നബിയേ നിങ്ങളുടെ തലമുടിയും ദാടിയും എത്ര നല്ല കറുപ്പുള്ള രോമമായിരുന്നു, ആ രോമം വെളുത്തില്ലേ നബിയേ? അത് ഞാൻ പറഞ്ഞു വിട്ട മരണത്തിന്റെ 1ാമത്തെ സിഗ്നലാണ് നബിയേ. 1ാമത്തെ ദൂതൻ അതാണ്. നരച്ചു പോയാൽ പിന്നെ വലിയ താമസമില്ല. ഇപ്പൊ സഹോദരിമാര് വിചാരിക്കും, അല്ലാഹുവേ എന്റെ പിന്നെ ഇക്കാടെ കാര്യം ഏകദേശം ഒതുങ്ങാറായി, ഇനിയിപ്പോ നരയ്ക്കാനൊന്നും ബാക്കിയില്ല, ഏകദേശം എന്റെ ഇക്കാടെ കാര്യം ഒതുങ്ങാറായി. നിസാരമല്ല. നരവാദിച്ചവരെ ആരും കളിയാക്കണ്ട. അവര് ഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെ മരണത്തിന് മുമ്പ് അല്ലാഹു അവർക്ക് അങ്ങനെ ഒരു അടയാളം കൊടുത്തില്ലേ? അടയാളം കൊടുക്കാതെ എത്ര പേര് മരിക്കുന്നു? നല്ല കറുത്ത രോമമുള്ള എത്രയോ പേര് മരിച്ചുപോയി. ആലോചിച്ച് നോക്കി. അപ്പോ ഇവർക്ക് അല്ലാഹുവിന് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലാഹു പറഞ്ഞു, എന്തേ ഈ നര കണ്ടിട്ട് നീ അറിയണം മരണം ആസന്നമായി, അതുകൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ട് കളഞ്ഞിട്ട് തസ്ബീഹ് എടുത്തോ, ദിക്ർ ചൊല്ലിക്കോ. ആഴ്ചപ്പതിപ്പും ആരോഗ്യ മാസികയും 10 വയസ്സ് കുറയാൻ 10 വഴികളെന്നും പറഞ്ഞു ഉമ്മാമാക്ക് വാങ്ങിച്ചുകൊണ്ടിട്ട് കൊടുക്കണ വനിതയൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ എടുത്ത് വെച്ച് ചോദിക്കോ, യാസീൻ ബുക്ക് കയ്യിലെടുത്തോ. 10 വക ഏടും 15 വക ഏടും പണ്ട് കാലത്ത് അടുക്കി വെച്ചിരുന്നല്ലോ അലമാരയിൽ. 15 വക ഏട്, 10 വക ഏട്, അത് ഇത് അങ്ങനെ എന്തെല്ലാമായിരുന്നു. അതിന് പകരം അലമാര ഇരിക്കുന്നത് എന്താ? കൽവാണ് ഫാത്തിമ, കാലാണ് ആയിഷ, നെഞ്ചാണ് റംല, കുടലാണ് സൈനബ എന്ന് പറഞ്ഞ കുറെ ആൽബം കാസറ്റുകളാ ഒടുങ്ങി തിന്നാൻ. എന്താ മൊഞ്ചുള്ള പാട്ടുസ്താദ്. അല്ലോ ഉടനെ ജുമയിലെത്തി 16-ാം ഭാഗം, 40-ാം കത്ത് ഉറങ്ങാത്ത ഭാഗ്യം ഉടനെ ജുമയിലെത്തി. പാപ്പ അവർക്ക് അതാ ഇഷ്ടം. നബിദിനത്തിന്റെ തന്നില്ല സമ്മാനം തന്നില്ല. മുട്ടുവരെയുള്ള പാവാട ഇട്ടിട്ട് കുറെ തിളങ്ങുന്ന ഷർട്ട് ഇട്ട് കൊണ്ട് കോല് കളിക്കാൻ കുറെ പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പോ ഹജ്ജ് ചെയ്തോര് പോലും പറയാം, നല്ല മൊഞ്ചുള്ള പാട്ടു, സുബ്ഹാനല്ലാഹ്, തികഞ്ഞു. ആലോചിച്ച് നോക്കി. ഇതിന്റെ ഗൗരവം നമ്മളെ പിശാചി ഏതൊക്കെ മോഡലിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഗൗരവത്തോടെ ആലോചിക്കണം. ഞാനിത് തമാശക്ക് പറയണതല്ല. നമ്മളൊക്കെ അതിൽ പെട്ടുപോയില്ലേ? നമ്മളൊക്കെ അതിൽ കുടുങ്ങിപ്പോയില്ലേ? നമ്മളൊക്കെ അതിന് അഡിക്റ്റായി പോയില്ലേ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നര നല്ലതാണ്, നര നല്ലതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു താൻ മരിക്കുമെന്ന് മുഖത്ത് നോക്കിയിട്ട് പറയാ, ഒരാളെ ജോലിക്ക് നിശ്ചയിച്ചിരുന്നു എന്നും ഒരാള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട്, ഉമറേ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് 1-ാം തീയതി ഒന്ന് ശമ്പളവും മാറ്റിക്കൊണ്ട് പോയിക്കോ. അങ്ങനെ ഒരു ജോലി ദുബായിലോ സൗദിയിലോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ചെറുപ്പക്കാരി കേരളത്തിൽ വാതിലൊക്കെ കാണും. എല്ലാം പ്രമാണ സൊസൈറ്റി കൊണ്ടുവച്ച് കേൾവിക്കും. അവിടെ പോയിട്ട് അറബിയുടെ മുഖത്ത് നോക്കിയിട്ട്, അറബി നിങ്ങൾ മരിക്കും നിന്നെ കുരു കൊണ്ടുപോടാ ചീത്താനെന്ന് പറയുമ്പോൾ 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം. നല്ല ജോലി. 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം. ആലോചിച്ച് നോക്കേ. ഈ ഒരു അവസ്ഥ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വന്നു. എന്നിട്ടോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദാടി രോമത്തിൽ നരബാധിച്ചപ്പോ ആ ജോലിക്കാരനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇനി നിൽക്കണ്ട, പൊയ്ക്കോ. ഞാൻ മരിക്കുമെന്ന് എന്റെ നര എന്നോട് പറഞ്ഞു തരുന്നുണ്ട്, നിനക്ക് പോകാം. ഞാൻ മരിക്കുമെന്ന് എന്റെ നര എന്നോട് പറയുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജോലിക്കാരനെ പിരിച്ചു. നമ്മളോ നരവാദിച്ച ഉപ്പാപ്പ ഒരു ദിവസം പള്ളിയിൽ വരുമ്പോൾ ഉസ്താദ് ചോദിക്കുന്നു, അല്ലാഹുവേ, അബൂബക്കർ സാഹിബേ, നിങ്ങളുടെ നരച്ചുപോയ താടിയൊക്കെ ഇപ്പൊ കറുപ്പിച്ചല്ലോ, എന്തു പറ്റി? എന്താ പറ്റിയത്? സഹോദരി ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഇക്ക, എല്ലാ പെണ്ണുങ്ങളും എന്നെ കളിയാക്കുക. എനിക്കാണെങ്കിൽ 30-35 വയസ്സല്ലേ ആയോളൂ. നിങ്ങൾ പെട്ടെന്ന് വയസ്സായി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കുറച്ചില്ലല്ലേ? നിങ്ങൾ ഇപ്പോഴും ഒരു പാന്റും ടീഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങി, അള്ളാണ് എന്റെ ഉപ്പ, എന്റെ ഇക്ക ചക്കുവള്ളിയൊക്കെ കിട്ടിക്കിടാ വിറയ്ക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണ് ഋത്തിക്രൂക്സിന്റെ കണ്ണ്. അതുകൊണ്ട് എന്റെ ഇക്ക, ഈ നരച്ച മുടി അള്ളാണ് നിങ്ങളൊന്ന് കറുപ്പിച്ചോണ്ട് വന്ന എന്റെ ചക്കര ഹസ്ബൻഡ് അല്ലേ?
അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് ബ്യൂട്ടി പാർലറിൽ പോയി കുഷൻ കസേരയിൽ മലർന്നു കിടന്ന് വെള്ളരിക്കയും വെട്ടി കണ്ണി വെച്ച് കറുപ്പിച്ചുകൊണ്ടിറങ്ങി വരിക. ഉസ്താദ് ചോദിച്ചു, എന്തു പറ്റി? വൈഫിന് ഇഷ്ടമല്ല. വൈഫിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കറുപ്പിച്ചു. നാണമില്ലേ സഹോദരങ്ങളെ? നിക്കാഹിന് വെച്ചിരുന്ന ദാടി പോലും ഇത്തിരി പോന്ന ഒരു പെണ്ണ് മരിച്ച മൂന്നിന്റെ മണ്ണിനോട് ചേർന്ന് പുഴുപ്പളിഞ്ഞു പോകുന്ന ഒരു പെണ്ണ് പറഞ്ഞതിന് വേണ്ടി കേട്ടോ ഇസ്ലാമിന്റെ ചിഹ്നത്വം അടിച്ചു കളയുന്ന വിവരം കെട്ട ചെറുപ്പക്കാരാ, ആർക്കു വേണ്ടിയാണോ മോനെ പിന്നെ നീ ദുനിയാവിൽ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാണടാ? ഒരടയാളമെങ്കിലും നിന്റെ ശരീരത്ത് വേണ്ടേ? അതും ഈ പെണ്ണിന് വേണ്ടി. അവളെ വാക്ക് കേട്ടിട്ട് വടിച്ചു കളഞ്ഞില്ലേ? എന്തിനു കൊള്ളാം നമ്മെ? അല്ലാഹു കാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ. ഇന്ന് വെളുത്തതിനെ കറുപ്പാക്കാൻ ഇറങ്ങുന്ന മരുന്നുണ്ടല്ലോ, ആ മരുന്ന് തേച്ചാ നിന്റെ വുളു ശരിയാവൂല, നിന്റെ കുളി ശരിയാവൂല, നിന്റെ ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കൂല. പടച്ചോന് കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് ഒന്നാമത്തെ, ഞാൻ പറഞ്ഞു വിട്ട ഒന്നാമത്തെ ദൂതൻ ഇതാണ്. രണ്ടാമത്തെ ആരാണ് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം കണ്ണീരോട് അസ്രായിലിനോട് ചോദിക്കുമ്പോ അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ അങ്ങയുടെ ശരീരത്തിൽ അല്ലാഹു ആഫിയത്ത് തന്നിരുന്നല്ലോ, ഇന്ന് ആഫിയത്ത് പോയല്ലോ, അങ്ങ് രോഗിയായി തീർന്നല്ലോ. അങ്ങേക്കൊന്ന് വലിയ രോഗങ്ങളാണ്, തളർന്നു പോയല്ലോ, അങ്ങേ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞു വിട്ട രണ്ടാമത്തെ സിഗ്നലാണ്, മരണത്തിന്റെ രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ. രോഗമാകുക, തളർന്നു പോവുക എന്നുള്ളത്. ഇന്ന് രോഗമില്ലാത്ത ആരാ ഉള്ളത്? സഹോദരിമാർക്ക് മുഴുവനും ഡിസ്ക് കംപ്ലൈന്റ്. ഒറ്റെണ്ണത്തിന് നിവർന്ന് നിൽക്കാൻ വയ്യ, തുണി അലക്കാൻ വയ്യ, വാഷിംഗ് മെഷീനിൽ പോലും തുണി അലക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം. അത്രയ്ക്ക് രോഗമാണ്. ഭർത്താക്കന്മാർക്കും രോഗമാണ്, വലിയ വലിയ രോഗം. ഉപ്പാപ്പമാരെ നിസ്കാരം കഴിഞ്ഞാൽ മുന്തിയിലിരിക്കുന്ന കെട്ടഴിച്ചങ്ങോട്ടിടും. ഇത് ഷുഗറിൻ്റെത്, ഇത് പ്രഷറിൻ്റെത്, ഇത് അപ്പുറത്തെ ശുക്കൂറിൻ്റെത്, തന്നയച്ചതാ പള്ളിയിൽ നിന്ന് ഓതനം അവന് കൊടുക്കാൻ. അങ്ങനെ 100 കണക്കിന് ഗുളിയ കെട്ടിന്നും പോക്കറ്റിന്നും അഴിച്ചിട്ടിട്ട് അഭിമാനം പറയുന്നവരാ. നിനക്ക് ഗുളിയൊന്നും ഇല്ലടേ ഇബ്രാഹിം? ഇല്ല. എന്തിനാടേ ഇങ്ങനെ നടക്കണത്? 10 ഗുളിയ ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു ഹാജിയാരാ നീ? അപ്പോ അങ്ങനെ ഗുളിയയുടെ ലോകമായി മാറി ആണുങ്ങൾക്കെല്ലാം അത്. അതുകൊണ്ട് സഹോദരിമാർക്ക് വൈകുന്നേരം ഭർത്താക്കന്മാർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. പശുവിന് പിണ്ണാക്ക് കലക്കണ പോലെ ബക്കറ്റിനകത്തൊരു സാധനം ഉണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും, വാങ്ങിക്കൊണ്ടുവന്ന് കലക്കി വെച്ചിട്ട് ഇക്ക കോഴ്സ് റെഡി, കോഴ്സ് ഇക്ക വന്ന് പതുക്കെ മുക്കൾ കുടിച്ചോണ്ടങ്ങ് കോഴ്സ് അതോടുകൂടി അങ്ങ് പോവില്ല. എല്ലാവർക്കും ഇപ്പൊ ഇതാ വരുക. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞു രോഗം, എല്ലാവർക്കും രോഗം. ഏറ്റവും വലിയ രോഗമാകുന്ന ക്യാൻസർ പോലും, വേദനയുള്ള രോഗമാകുന്ന ക്യാൻസർ പോലും പടർന്ന് ഓരോ സമുദായത്തിലെ ഓരോ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച് ഓരോ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രോഗം വരാതിരിക്കാൻ, വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ നിറകണ്ണുകളോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുആരക്കണം. മൂന്നാമത്തെ അടയാളം ഏതാണ് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അസ്രായീൽ പറയുന്നു, ഇൻഹിനാഉ ജിസ്മിക ബഅദ ഇസ്തിഖാമതിഹി. അങ്ങയുടെ ശരീരമുണ്ടല്ലോ, ആ ശരീരം വളഞ്ഞു പോവുക, കൂനിപ്പോവുക, നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് നബിയേ മരണത്തിന്റെ മൂന്നാമത്തെ സിഗ്നലാണ്. ഹാദിഹി റുസുലി ഇലാ ബനി ആദമ ഖബലൽ മൗതി. മരണത്തിന് മുമ്പ് ആദം മക്കളിലേക്ക് ഞാൻ പറഞ്ഞു വിടുന്ന 3 ദൂതന്മാർ ഇവരാണ് നബിയേ. ഇവരെ പറഞ്ഞു വിടാതെയും ഞാൻ പലരുടെയും റൂഹ് പിടിക്കുന്നുണ്ട്. എന്നാലും മിക്ക ജനങ്ങളിലും ഈ 3 അടയാളങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ റൂഹ് പിടിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, ആയിഷ എനിക്കൊന്ന് കിടക്കണം ആയിഷ, എന്റെ ശരീരം തളരുന്നു ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല
നിലത്തിരുന്നിട്ടു ആ മടിത്തട്ടിലേക്ക് നബി തങ്ങളുടെ പുണ്യ ശരീരം പിടിച്ചു കിടത്തുകയാണ്. തലയറ റസൂലുള്ളാഹിയുടെ തലയറ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ അങ്ങനെ കിടക്കുകയാണ്. ഭർത്താവ് തളർന്നു വന്നാൽ, ഭർത്താവ് ക്ഷീണിച്ചു വന്നാൽ കിടക്കണമെന്ന് പറയുമ്പോ പെണ്ണെ റൂം തുറന്നിട്ട് ഫാനിട്ട് കൊടുത്ത് AC ഓണാക്കി കൊടുത്താ പോരാ, അടുക്കളയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയാ പോരാ, ഭർത്താവിന്റെ കൂടെ ഇരിക്കണം പെണ്ണെ. അതിന് നിനക്ക് കഴിയോ? അതിന് നിനക്ക് സാധിക്കുമോ? കൊല്ലം ജില്ലയിലെ കുണ്ടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് മാർച്ച് ആദ്യവാരം ഞാൻ പ്രഭാഷണം നടത്തുമ്പോ കുടുംബജീവിതമാണ് പറയുന്നത്. ഒന്നാമത്തെ ദിവസം ഭർത്താവും രണ്ടാമത്തെ ദിവസവും ഭാര്യയുമാണ്. ആ വിഷയത്തിലാണ് അത് വിശദീകരിക്കുന്നത്. ഇപ്പൊ സമയമില്ല. എന്നാലും പണ്ടുള്ള ഉപ്പമാര് ജോലി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഉപ്പമാരുടെ ഭാര്യമാര് നിന്നിരുന്നത് എങ്ങനെയാണ്? ഉപ്പമാര് വരുമ്പോ തന്നെ വാപ്പ വരാറായി, മക്കളെ പെട്ടെന്ന് മുറ്റോക്ക് വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞ് മക്കളെ കൊണ്ട് മുറ്റോക്ക് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വാപ്പ കൂലിവേല ചെയ്ത് വരുമ്പോ ഉമ്മച്ച ഇങ്ങനെ ഇറയത്ത് നിൽക്കും. ഒരു കപ്പിൽ, ഒരു മൊന്തയിൽ, ഒരു കിണ്ടിയിൽ നിറച്ച് കഞ്ഞോളം ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒരു തോർത്ത് വിയർപ്പ് തുടയ്ക്കാൻ കയ്യിൽ എങ്ങനെ വെക്കും. ഭർത്താവ് വന്ന് കയറി ഒന്നെ വരി എന്ന് പറഞ്ഞ് തോർത്തും കൊണ്ട് കൊടുത്ത് വെള്ളവും കൊടുക്കുമ്പോ ഇറയത്തൊരു കസേരയുണ്ട്, അതിലേക്ക് ചാരി കിടന്നിട്ട് ഭർത്താവ് അല്ലാ, ഇന്ന് വാപ്പമാരി ഒന്ന് ഇറാത്ത കസേര ചാരി കിടന്ന മക്കൾ അറുത്ത് വെച്ചിരിക്കും. ആ കിടക്കണ തലയും കുത്തി മക്കൾ മാറി ആലോചിച്ചു നോക്കി. പണ്ട് എന്തായിരുന്നു അവസ്ഥ? ഈ പ്രിയപ്പെട്ട ഇന്ന് മൂടിപ്പൊതിഞ്ഞിരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചിരുന്നത് അങ്ങനെയാണ്. ഭർത്താവ് എവിടെയെങ്കിലും പോവാൻ പോയാൽ അവരുടെ കൂടെ ഇറങ്ങി ഗേറ്റിന്റെ അവിടം വരെ, വാതിലിന്റെ അവിടം വരെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും, മറയുന്നത് വരെ. അതൊക്കെ ഭർത്താവിനോടുള്ള ആദരവാണ്. നമ്മളാണെങ്കിലോ ഭർത്താവ് പോയാലെന്ത് വന്നാലെന്ത്, നമുക്ക് റിയാലിറ്റി ഷോയിൽ അവൻ ജയിക്കണം അവൻ തോക്കണം, അതിന് മെസ്സേജ് ഏപ്പാ നമ്മുടെ പരിപാടി. ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്റെ മടിത്തട്ടിൽ കിടന്നു. നബി തങ്ങൾ സന്തോഷത്തോടെ തല വെച്ച് കിടന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വിരൽ തുമ്പുകൾ കൊണ്ട് നബി തങ്ങളുടെ ദാടിരോമത്തിലൂടെ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ കടത്തി വിട്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ എന്ത് പരിപാടിയാണ് ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ നിങ്ങളുടെ ദാടിരോമം ഞാൻ എണ്ണി നോക്കാണ് നബിയേ. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ കറുത്ത രോമമാണോ വെളുത്ത രോമമാണോ എണ്ണുന്നതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വെളുത്ത രോമമാണ് എണ്ണുന്നത് നബിയേ. എന്തു മനസ്സിലായി? അള്ളാന്റെ റസൂലിന് ദാടിയുണ്ട്.